അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിഇദ്നില്ലാഹ്. നാം തയമ്മത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിലാണുള്ളത്. ചുരുക്കത്തിൽ വെള്ളം തീരെ കിട്ടാതെ വന്നാൽ ഉള്ള വെള്ളം മനുഷ്യനും അവൻ്റെ വളർത്തു മൃഗങ്ങൾക്കും കുടിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കൊല്ല എങ്കിൽ തേമം ചെയ്യാം. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ തേമം ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ വെള്ളമില്ലാഞ്ഞാൽ തേമം ചെയ്യാൻ പിന്നെ മസാല ഒന്നും പഠിക്കാനില്ല. മണ്ണെടുക്കുക, ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു എന്ന് കരുതുക. മുഖം ഒരു പ്രാവശ്യം തടയുക, 2 കൈ ഓരോ പ്രാവശ്യം മാത്രം തടയുക. മുഖം തടയുന്ന അവസരത്തിൽ എല്ലാ ഭാഗവും തടകലെത്തണം. മൂക്കിൻ്റെ നിട്ട പൊന്തിയിട്ടുണ്ടാവുമല്ലോ, ആ ഭാഗം മുഖം കഴുകുമ്പോൾ, ഞാൻ വെള്ളത്തോണ്ട് കഴുകുമ്പോൾ അത് അത്ര ശ്രദ്ധിക്കേണ്ടതില്ല, വെള്ളം എല്ലാത്തടത്തും എത്തും. അങ്ങനെയാണ് മുഖം കഴുകുമ്പോൾ മൂക്കിൻ്റെ മേൽഭാഗം നിലനിർത്തുന്ന നിർത്തുന്ന സർക്കാരും പറയാറില്ല. കഴിയുന്ന അവസരത്തിൽ വെള്ളം തന്നാലായിക്കൊള്ളും. മണ്ണുകൊണ്ട് തടയുമ്പോൾ നമ്മളിങ്ങനെ ഒന്നും തടയൊക്കെയാൽ മതി. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മൂക്കിൻ്റെ നിട്ട ഒഴിയും. അപ്പം അതുകൊണ്ട് അവിടെ ആ തടകലെത്തണം, എല്ലാ ഭാഗത്തും എത്തണം. രണ്ടാമത്തെ തടയൽ വലത്തെ കൈയും ഇടത്തെ കൈയും, അത് കയ്യിൻ്റെ വിരലുകളെ കൊണ്ട്, അതിപ്പം ഈ ക്ലാസ്സിൻ്റെ രൂപം കാണിച്ചു തരാൻ കഴിയില്ല, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംശയമുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുകയും ചെയ്യാം. മുഖം നമ്മളെ മുഖം കഴുകുമ്പോൾ തന്നെ എടുത്തിട്ട് ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടിയാണ് തേമം ചെയ്യുന്നത്. മുഖം കഴുകുമ്പോൾ തടയുക, ഈ പറഞ്ഞ സൂക്ഷിക്കാം. രണ്ടാമത്തെ തടയൽ കൈക്ക് മോതിരോ കൈക്ക് വാറ്റോ ഉണ്ടെങ്കിൽ നീക്കൽ നിർബന്ധമാണ്. ഒന്നാമത്തെ പ്രശ്നമില്ല. അപ്പോൾ അതിൻ്റെ മോതിരവും വാച്ചിലും നീക്കി വെക്കണം. അങ്ങനെ മണ്ണടിച്ചെടുത്തതിന് ശേഷം മണ്ണ് വല്ല കരളയോ കാട്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടി വെള്ളം ഒന്ന് പുറം കൈകൊണ്ട് തൊക്കൊട്ട. അങ്ങനെ കൈയിൻ്റെ വിരലുകളെ ഭാഗം പകുതി, കയ്യിൻ്റെ ഉള്ളും പുറവും കയ്യിൻ്റെ പുറഭാഗവും വെള്ളഭാഗവും 2 ഭാഗമല്ലോ. അപ്പോൾ ഒരു കയ്യിൻ്റെ 4 വിരലുകൾ കൂട്ടിയിട്ട് പെരുവിരൽ ഒഴിവാക്കിയിട്ട് കയ്യിൻ്റെ വിരലുകളുടെ അടിഭാഗത്ത് ഇങ്ങനെ പുറത്ത് തടകി വന്നിട്ട് മുട്ട് വരെ തടകിയാൽ കയ്യിൻ്റെ വെള്ളഭാഗം അങ്ങോട്ട് തടകിയിട്ട് പെരുവിരൽ കൊണ്ട് വലത്തെ പെരുവിരലിൻ്റെ പുറഭാഗവും അതുപോലെ ഇടഭാഗം, അതൊക്കെ മിക്കവാറും പല ക്ലാസ്സിലും കേട്ട് മനസ്സിലാക്കി വല്ലൊരു സംശയം ഉണ്ടെങ്കിൽ നട്ടുള്ളവരോട് ചോദിച്ചാൽ അത് മനസ്സിലാവും. അതുപോലെ തടയുക. ആ തടയുന്ന അവസ്ഥയിൽ മോതിരവും വാച്ചും കൈക്കും ഉണ്ടാവരുത്. ഇതാണ് ആരോഗ്യവാനായ മനുഷ്യന് ചിലപ്പം വെള്ളം ഉപയോഗിക്കാൻ പറ്റാൻ നല്ല തേമം, വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ തേമം ചെയ്യും. രോഗത്തിന് വേണ്ടി തേമം ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ മുറിവും ചതവും ഉണ്ടായാലുള്ള തേമം. ഒതുവെടുക്കുന്നവനാണെങ്കിൽ ഒതുവിൻ്റെ അവയവങ്ങൾ എവിടെയെങ്കിലും കഴുകേണ്ട സ്ഥലത്ത് വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ തേമം ചെയ്യേണ്ടത്. തല തടകേണ്ട ആവശ്യമുള്ളൂ, എവിടെയെങ്കിലും ദേശം അല്പം മുടിയേറിയാൽ മതിയാവും. അപ്പം മുഖത്തോ 2 കൈക്കോ 2 കാലോ കഴുകേണ്ട സ്ഥലത്ത് എവിടെയെങ്കിലും മുറിവുണ്ട്, അല്ലെങ്കിൽ ചതവോ അല്ലെങ്കിൽ കുരുവോ എന്തോ ഉണ്ട്, എന്നാൽ അവിടെ വെള്ളം തട്ടിക്കാൻ പറ്റില്ല. അവിടെയാണ് തേമം ചെയ്യേണ്ടി വരിക. അവിടെ അതിൻ്റെ വിധി എങ്ങനെയാണ്? അവിടെ കുളിക്കുന്നവർക്ക് തേമം ചെയ്യാൻ പണിയില്ല. കുളിക്കുന്നവൻ്റെ ദേഹം ഒന്നാണ്. കുളിൻ്റെ ഒന്ന് നീയത്ത് 2 ദേഹം മുഴുവൻ വെള്ളമെത്തിക്കലാണല്ലോ സാധാരണ കുളിക്കുന്ന ഫർദ്. ഞാൻ ജനാപത്ത് കുളിയാൻ കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്ത് കുളത്തിലൊന്നാകെ മുങ്ങിക്കഴിയാൽ കുളിയായി. എല്ലാ സ്ഥലത്തും വെള്ളം നിർത്തിയാൽ മതി. കുളത്തിലോ പുഴയിലോ വെള്ളം ഒഴിക്കുകയാണെങ്കിലും. അപ്പോൾ അവിടെ ദേഹം പല തർത്തീവൊന്നുമില്ലല്ലോ. ഒന്ന് നീയത്ത് ചെയ്താൽ ദേഹത്തിൻ്റെ പുറഭാഗത്തുള്ള ചെവിൻ്റെ കുഴിയിൽ നിന്ന് പുറത്ത് വരുന്ന മലമൂത്ര ചെയ്യുന്ന കാൽമം കുഴി, പൊക്കിൾ, കക്ഷം, ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഒരു പ്രാവശ്യം വെള്ളത്തെ കുളിൻ്റെ ഭാവിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തേമം ചെയ്യുന്ന അവസരത്തിൽ അപ്പോൾ ഒരു ദേഹം ഒറ്റ അവയവേ ഉള്ളൂ, തർത്തീപില്ല. അപ്പം ജനാപത്ത് കുളിക്ക് വേണ്ടി തേമം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ ദേഹത്തിൽ എവിടെയെങ്കിലും നനവ് പറ്റാത്തൊരു സ്ഥലമുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് തൻ്റെ തല അങ്ങനെ തന്നെ പ്ലാസ്റ്ററിട്ട് എന്ന് സങ്കല്പിക്കുക. അതഞ്ഞാൽ തല തടയേണ്ട സ്ഥലത്താണെങ്കിൽ, അപ്പോൾ തലയിൽ കുളിക്കേണ്ട കുളി നിർബന്ധമായവളാണെങ്കിൽ അവിടെ കുളിൻ്റെ ആദ്യം തേമം ചെയ്യുക. കുളിയെല്ലാം കഴിഞ്ഞ്, അതായത് ആരോഗ്യമുള്ള ഭാഗം മുഴുവൻ കഴുകണമല്ലോ. ആ കഴുകി കഴിഞ്ഞതിന് ശേഷം തേമം ചെയ്യാം. ആദ്യം തേമം ചെയ്തിട്ട് പിന്നെ ബാക്കി കുളിക്കുകയും ചെയ്യാം. ഇനി കുളിയുടെ മധ്യത്തിൽ തേമം ചെയ്താലും കുഴപ്പമില്ല. കാരണം കുളിക്ക് നിയ്യത്ത് കഴിഞ്ഞാൽ എല്ലാ ദേശത്തും വെള്ളത്തിലാണ്. അപ്പോൾ അവിടെ തർത്തീബൊന്നുമില്ല. ഉളുവിൽ അവയവങ്ങൾക്ക് മുറിവുണ്ടായാൽ ഈ പറഞ്ഞ കുളിക്കല്ല് നിർബന്ധമായ സ്ഥലത്ത്
ഉണ്ടായാൽ അവിടെ തർത്തീബ് പോകണം. അപ്പം ചുരുക്കം പറഞ്ഞാൽ മുഖത്തിന് മുറിവുണ്ടെങ്കിൽ പിന്നെ അവിടെ മുങ്കയും വായിലുള്ള കുപ്പിളിക്കലും കഴിഞ്ഞതിന് ശേഷം മുഖം മാത്രം. അവിടെയൊക്കെ ചില റൂറത്തിൻ്റെ സമയത്തൊക്കെ സുന്നത്ത് ഒഴിവാക്കും. എല്ലാ സുന്നത്തും എപ്പോഴും മുഖവും മുങ്കയും കഴിയില്ല. മുങ്കയും വായിലുള്ള കുപ്പിളിച്ചും കൊതു ചെയ്യാവും. രോഗിയാണ്, പിന്നെ പരിപാലിക്കാൻ ആളില്ല, സമയം കിടുങ്ങിനി, ആ സമയത്താണെങ്കിൽ ആദ്യം തേമാങ്ങ് ചെയ്തിട്ട് മുഖം കഴിയാൽ മതി. പറയുന്നത് മനസ്സിലാക്കണം. മുഖം കഴുകി മുഖത്ത് മുറിവുണ്ട്, എവിടെയോ വെള്ളം എത്തിക്കാൻ കഴിയില്ല. അവ തേമവും വേണം, ഉളു വേണം. ഇഷ്ടം പോലെ പരിപാലിക്കാൻ ആളിനൊക്കെ സൗകര്യമുള്ള സ്ഥലത്ത് അതൊക്കെ സാധിക്കും. പള്ളിയിൽ ഉസ്താദിന് കുറേ മുത്താലികൾ ചെയ്തു കൊടുക്കും. അപ്പോൾ അവർക്ക് ആകെ നഴ്സറി പോകുന്ന കുട്ടികളും അതും ഇതും എല്ലാത്തിനും സമയം മുഖത്തൊന്ന് തേമം ചെയ്ത് പിന്നെ ഒന്ന് തോർത്തി കൈ വൃത്തിയാക്കിയൊന്നും സമയം ഉണ്ടാവില്ല. അപ്പം മുൻകൈ കഴിയുമ്പോൾ കൈ തന്നെ പിന്നെ കൈ ഒന്ന് ശരിക്കും തോർത്തിയിട്ട് വേണം മണ്ണടിച്ചെടുക്കാൻ. അങ്ങനെയുള്ള സാഹചര്യം ചുറ്റും ഇല്ലെങ്കിൽ മുൻകൈൻ്റെ സുന്നത്തങ്ങ് ഒഴിവായി കളയാം. മുഖം കഴിയുന്നതിന് മുമ്പ് ആദ്യം തേമം ചെയ്തെടുക്കുക. മുഖത്ത് മുറിവുണ്ടായാൽ പിന്നെ മുഖം കഴിയാൽ മതി. ബാക്കി മുഖം വെച്ചാൽ മുഖത്തിൻ്റെ വലഭാഗത്ത് ഏതോ ഒരു ചെറിയൊരു കുരുണ്ട്, അവിടെ ഒന്നും എടുത്ത് വെള്ളം തട്ടിക്കാൻ പാടില്ല. അത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. വെള്ളം തട്ടിക്കാൻ പാടില്ലാത്ത രോഗം എന്ന് പറഞ്ഞാൽ രോഗം മാറില്ല, അല്ലെങ്കിൽ നനഞ്ഞാൽ ഉണങ്ങാൻ താമസം പിടിക്കും. രോഗം തീരെ മാറുകയില്ല വെള്ളം തട്ടിച്ചാൽ. അല്ലെങ്കിൽ രോഗശമനം കുറേ പിന്തണ്ടി വരും. അല്ലെങ്കിൽ അവയവത്തിൻ്റെ ഏതെങ്കിലും ഉപയോഗം നശിച്ചു. വെള്ളം തട്ടിച്ചാൽ കണ്ണിൻ്റെ കാഴ്ച ഉണ്ടാവില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറയുമെന്ന് പറയുന്നു. കൈക്ക് വെള്ളം കഴിച്ചാൽ കൈയിൻ്റെ സ്വാധീനം നഷ്ടപ്പെടുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ മുഖത്തോ നെഞ്ചോ പോലുള്ള സ്ഥലത്ത് പ്രത്യക്ഷമായ കലവ്, കുഴപ്പമൊന്നുമില്ല, ഉദോഹത്തിന് മുങ്കയ്യാരി എന്നല്ല, ആ മുറിവിന് ഭയങ്കര കല പുറത്ത് കാണുന്നുണ്ട്, തേമം ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളോട് കൽപ്പിക്കുന്നതിൻ്റെ തെളിവ് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു കല വന്നാൽ എന്താ സാരമില്ല എന്നല്ല പറയുന്നില്ല. നിൻ്റെ മുഖത്തൊരു മുറിവുണ്ട്, അവിടെ നീ ഒഴുകൊടുത്ത് തേമം ചെയ്താൽ മുഖത്ത് കല, ഒരു വൃത്തികേടായ കല കണ്ടുവരുന്നുണ്ടാൽ നീ വെള്ളം തട്ടിക്കണ്ട, തേമം ചെയ്താൽ മതി. അപ്പം ബാഹ്യമായ അവയവങ്ങൾ, അതായത് നമ്മൾ മുഖം, നെഞ്ച്, സാധാരണ തുറന്ന സ്ഥലത്ത് കാലിൻ്റെ തുടക്കൊരു മുറിവുണ്ട്, ആടെ വെള്ളം തട്ടിച്ചാൽ കല വന്ന ഒന്നുമില്ലല്ലോ, അത് മുട്ടുമുക്കിൻ്റെ അടിയിൽ മറിയുന്ന സ്ഥലമാണല്ലോ. അല്ലെങ്കിൽ ചന്തിക്കോ അല്ലെങ്കിൽ പുറഭാഗത്തോ ആണെങ്കിൽ അത് സാരമില്ല. കണ്ടാൽ കണ്ടാൽ ഒരു വെറുപ്പ് തോന്നുന്ന സ്ഥലത്ത്, ബാഹ്യമായ സ്ഥലത്ത് ഒരു മുറിവിന് പിന്നെ ആടെ വെള്ളം തട്ടിച്ചാൽ കല വരുമെന്ന് കണ്ടാലും തേമം ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സ്ത്രീ ഒന്നാം മുഖത്തിന് വേണ്ടി തേമം ചെയ്യുമ്പോൾ കൂടുതൽ പരിപാലിക്കാൻ ആളില്ലാത്ത സ്ഥലത്ത് സുന്നത്തങ്ങ് ഒഴിവാക്കിക്കളയാം. അതായത് നനഞ്ഞ കൈകൊണ്ട് പിന്നെ മണ്ണ് കൊണ്ടാൻ വിഷമമുണ്ടാവും. അപ്പോൾ ആ സുന്നത്തങ്ങ് ഒഴിവാക്കിയാൽ ഫർദ് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു എന്ന് പറഞ്ഞ് തേമം അങ്ങ് ചെയ്യാം. ആ തേമം ചെയ്യുന്ന അവസ്ഥയിൽ മുടിൻ്റെ ആ മണ്ണിൻ്റെ ദേഹത്തിൻ്റെ ആ മുറിൻ്റെ മേലെയും മണ്ണ് കൊണ്ട് തടയണം. മുഖത്ത് വെച്ച് കിട്ടിയിട്ടൊന്നുമില്ല, ശ്വാസം ഒട്ടിച്ചിട്ടില്ല. എന്നാൽ അതിൻ്റെ മേലെന്താക്കണം, മണ്ണ് കൊണ്ട് തടി ഒന്ന് മുഖം, കൈ ഓരോ പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെയ്യാറൊന്നുമുള്ള സുന്നത്തില്ല. അപ്പോൾ ഒരു പ്രാവശ്യം മുഖം കഴുകി മുഖം തടകി രണ്ട് കൈയ്യുക. പിന്നെന്താക്കുക, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മുഖം ആരോഗ്യമുള്ള ഭാഗമെല്ലാം കഴുകും. അത് ഞാൻ ക്ലാസ് ചെയ്യാൻ പറഞ്ഞ് വല ഭാഗത്ത് ഒരു ചെറിയൊരു വട്ടത്തിലാണ് വെള്ളം തട്ടിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തേമം ചെയ്ത് പിന്നെ ബാക്കിയുള്ളതെല്ലാം കഴുകണം. കഴുകി കഴിഞ്ഞാൽ പിന്നെ കൈ മുട്ടോളുക, തരാടുക, പിന്നെ ചെവി തടുക, കാല് കഴിയുക. അതിനാണ് ആദ്യം കൈ നനച്ചാൽ പിന്നെ വെള്ളം എടുക്കാൻ വിഷമുള്ളതുകൊണ്ടാണ് പറഞ്ഞ സുന്നത്ത് ഒഴിവാക്കിക്കൊന്ന്. വിഷമുള്ളവർക്ക് സുന്നത്ത് ഒന്നുമില്ലെങ്കിലും മുങ്കയ്യ ഇല്ലെങ്കിലും ഒന്നും ശരിയാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് മുഖത്തിൻ്റെ തേമം ആദ്യം കഴിഞ്ഞിട്ട് പിന്നെ മുഖം കഴുകിയിട്ട് കൈ, കാല്, ചെവി എല്ലാം തരാം. മറിച്ച് കൈക്കാണ് മുറിവെങ്കിലോ, ഉളുവിനെ പറ്റിയാണ് പറയുന്നത്. കൈക്കാണ് മുറിവ്. നമ്മൾ കയ്യിൽ വാച്ച് കെട്ടുന്ന വാച്ച് അതൊരു മുറിവാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ ഓൻ എങ്ങനെ തേമം ചെയ്യേണ്ടത്? ഉളു ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഉളു കൊടുത്താൽ പറ്റില്ല. അല്ലെങ്കിലോ ഉളു കഴിഞ്ഞിട്ടും തേമം ചെയ്യാൻ പറ്റില്ല. അതായത് തർത്തീബ് ഉളുവിൽ നിർബന്ധമാണ്. അതുകൊണ്ട് ജനാബത്തിന് തർത്തീബില്ല. കാല് മുതൽ മേലോട്ട് വീഴുക, കുളത്തിൽ പോയിട്ട് ഇറങ്ങിയാൽ കാലാദ്യം തന്നെ ജനാബത്തിന് പറ്റും. കൈക്ക് കാലവാദ്യം കഴിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇടത്ത് കൈക്ക് വാച്ച് കെട്ടിയ ആ വാച്ച് കെട്ടിയതൊരു മുറിവാൻ സങ്കല്പിച്ചാൽ അതിന് വേണ്ടി തേമം ഒതു തുടങ്ങുന്നതിന് മുമ്പ് പറ്റില്ല, ലാസ്റ്റ് ഒതു എല്ലാം കഴിഞ്ഞതിന് ശേഷം പറ്റില്ല. പറ്റും എന്നൊരഭിപ്രായവും കിതാബിൽ പറയുന്നുണ്ട്. അത് നെറൂറത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ ആ കൗലൊക്കെ എടുക്കേണ്ടി വരും. എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പറയുന്നത് ഇതൊന്നും ഫത്വ ചെയ്യാൻ പറ്റാത്ത ഫലമായതേ എനിക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റും. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ചില വിഷമകരമായ ഘട്ടത്തിൽ ആദ്യം തേമം ചെയ്യാന്ന് പറഞ്ഞവരുണ്ട്, അല്ല അവസാനം തേമം ചെയ്യാം. അപ്പം നല്ലത്, ഇപ്പം മുഖം കൈക്ക് മുറിവുണ്ടായാൽ മുഖം കഴുകുക.
എന്നിട്ട് പിന്നെ കൈ കഴുകിയിട്ട് തല തടണം. അപ്പോൾ മുഖം കയ്യതിന് ശേഷം തല തടയുന്നതിന് മുമ്പ് അവനിക്ക് 2 ജോലിയുണ്ട്. ഒന്ന് കയ്യിൻ്റെ ആരോഗ്യമുള്ള ഭാഗമെല്ലാം കഴുകുക, ആ വെള്ളം തട്ടാൻ പറ്റാത്ത ആ വാച്ച് കെട്ടിയ സ്ഥലത്തുള്ള ആ മുറിവിന് വേണ്ടി തേമം ചെയ്യുക. അത് ആദ്യം തേമം ചെയ്തിട്ട് കൈ കഴുകണോ കൈ കഴുകിയിട്ട് തേമം ചെയ്യണോ, അത് രണ്ടും ചെയ്യാം. അതായത് വുളുവിൻ്റെ ഏതെങ്കിലും ഒരു അവയവങ്ങളിൽ മുറിവുണ്ടായാൽ ആ അവയവത്തിൻ്റെ ശുദ്ധി രണ്ടും കഴിഞ്ഞിട്ടേ അപ്പുറത്തേക്ക് നീങ്ങാൻ പാടുള്ളൂ. മുഖം കഴുകിയാൽ നമുക്ക് തല തടന്നതിന് മുമ്പ് 2 ജോലിയുണ്ട് ഇവിടെ. കൈയിൻ്റെ വാച്ച് കെട്ടിയ സ്ഥലത്ത് ആ വാച്ചൊരു മുറിവാണ്. അപ്പോൾ എന്ത് വേണം, ആടെ കഴുകാൻ പറ്റുള്ള ഡോക്ടർ പറഞ്ഞ് ഈ പറഞ്ഞ തകരാറ് എന്തെങ്കിലും സംഭവിക്കും എന്ന് പറഞ്ഞാൽ തേമം ചെയ്യാം. അപ്പോൾ തേമം ചെയ്യുന്ന അവസരത്തിൽ എന്ത് വേണം, തേമം ചെയ്തിട്ട് കഴുകുക, കൈ കഴുകിയിട്ട് തേമം ചെയ്യാം. അത് തേമം ചെയ്ത് കഴുകുകയെന്നല്ല, മണ്ണം കോഴിക്കോട്ട് മണ്ണിങ്ങനെ നിൽക്കുമ്പോൾ മണ്ണും വരച്ച് നിൽക്കുന്ന ചെറിയൊരു വലിയ കൽപ്പനയൊന്നുമില്ല. അപ്പോൾ മണ്ണം തേമം ചെയ്തിട്ട് പിന്നെ കഴുകുമ്പോൾ മണ്ണങ്ങ് പോയിക്കോട്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പോയി പണ്ടത്തോ മണ്ണോടുകൂടി നിസ്കരിക്കാൻ പോകുന്ന ആരും പറഞ്ഞിട്ടൊന്നുമില്ല, കുപ്പായത്തിലൊക്കെ മണ്ണാവും. അപ്പം മുഖം കഴിയാൻ ശേഷം തേമം കൈക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ എന്ത് വേണം, മുഖം കഴിച്ച് തേമം ചെയ്യുമ്പോൾ എന്ത് വേണോ, കയ്യെല്ലാം തോർത്താൻ്റെ ആൾ വേണം, സൗകര്യം ഉണ്ടാവണം. അങ്ങനെയുള്ള ഘട്ടത്തിലൊക്കെ നാട്ടിൻ്റെ അടുത്ത പണ്ഡിതന്മാരൊക്കെ സമീപിച്ചാൽ ചെറിയ മദ്ഹബുകളൊക്കെ ഉണ്ടാവും. ഉദാഹരണമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, കൈക്ക് വാദം പിടിച്ച് കിടക്കുന്ന രോഗികളൊക്കെ ഉണ്ട്, അവർക്ക് അനങ്ങാൻ കഴിയില്ല. ആ ഒരു ഭാര്യ 2 കുട്ടികളുള്ളൂ, തൊട്ട ഉതുമുറിയിലാണോ നിസ്കരിക്കാൻ എടുക്കാൻ വേണ്ടത്. ഹനഫി മദ്ഹബിലേക്ക് നീങ്ങണം, ഭാര്യ തൊട്ട ഉതുമുറിയില്ല എന്നുള്ള കൗലുണ്ട്, പെണ്ണുങ്ങൾ തൊട്ട ഉതുമുറിയില്ല എന്നുള്ള കൗല്, അതൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കയ്യിൻ്റെ മുഖം കയ്യതിന് ശേഷം കൈ കഴുകുക, എന്നിട്ട് തേമം ചെയ്യുക, പിന്നെ തല തടയുക, പിന്നെ കഴുകുക. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.